BJP ഭരണം എത്ര കാലം രാജ്യത്തുണ്ടാകും? വലിയ ചർച്ചയാണ്. 2040, 2050 വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ BJP ഇപ്പോഴേ കണക്കുകൂട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. അത്രയും കാലം ഇന്ത്യ BJP ഭരിക്കുമോ? അത്രയും കാലം കോൺഗ്രസ് അടക്കമുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികൾ പ്രതിപക്ഷത്ത് തന്നെ തുടരുമോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും BJP ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ആധിപത്യം അതുപോലെ എത്ര കാലം തുടരും? ഇതേക്കുറിച്ച് ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ആക്സിസ് മൈ ഇന്ത്യ മേധാവിയും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമായ പ്രദീപ് ഗുപ്ത. അദ്ദേഹത്തിൻ്റെ പ്രവചനപ്രകാരം ഇനിയും ഒരു 10 വർഷം രാജ്യം BJP ഭരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ 2034 ശേഷം മാത്രമേ BJPയെ താഴെയിറക്കാൻ കഴിയുകയുള്ളൂ. അതുവരെ കോൺഗ്രസ് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ വിചാരിച്ചാലും BJPയെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവചനം കേരള കൗമുദിയിൽ വാർത്തയായി വന്നിട്ടുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: രാജ്യത്ത് BJP ഭരണം എന്ന് അവസാനിക്കും, പ്രവചനവുമായി TVK വിജയിക്കുമെന്ന് പറഞ്ഞ ഒരേ ഒരു വിദഗ്ധൻ. അതാണ് തലക്കെട്ട്. അതിനുശേഷം വാർത്തയിൽ പറയുന്നു, BJP ഇനി എത്ര നാൾ ഭരിക്കുമെന്ന പ്രവചനവുമായി ആക്സിസ് മൈ ഇന്ത്യ മേധാവിയും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമായ പ്രദീപ് ഗുപ്ത. തമിഴ്നാട്ടിൽ വിജയുടെ TVK അധികാരത്തിലേറുമെന്ന് പ്രവചിച്ചത് ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ്. 2014 ആരംഭിച്ച BJP ഭരണം കുറഞ്ഞത് 20 വർഷം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രദീപ് ഗുപ്തയുടെ വിലയിരുത്തൽ. ഭരണരംഗത്ത് വലിയ വീഴ്ച ഉണ്ടാകാത്ത പക്ഷം BJPക്ക് ദീർഘകാലം അധികാരത്തിൽ തുടരാനാകുമെന്നും ഗുപ്ത അഭിപ്രായപ്പെട്ടു. മുമ്പ് കോൺഗ്രസ് ദീർഘകാലം രാജ്യം ഭരിച്ചതും പ്രദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന ഏകകക്ഷി മേധാവിത്വത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെയും സമാനമായ ഏകകക്ഷി മേധാവിത്വമായാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. 1977 വരെ കോൺഗ്രസ് തുടർച്ചയായി രാജ്യം ഭരിച്ചിരുന്നു. അതിനുശേഷമാണ് പാർട്ടി പ്രതിസന്ധികൾ നേരിട്ട് തുടങ്ങിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയത്തിൽ ഒരു തലമുറ എന്നത് ഏതാണ്ട് 20 വർഷത്തെ കാലയളവായാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ 20 വർഷത്തെ കാലയളവിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഇനിയും തുടരാൻ കഴിയുമെന്നും പ്രദീപ് ഗുപ്ത പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ത്രഷോൾഡ് ഉണ്ടെന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ചരിത്രം ചൂണ്ടിക്കാണിച്ചത്. ജനങ്ങളുടെ പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ BJP ഇനി മുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ടെന്നും പ്രദീപ് ഗുപ്ത പറഞ്ഞു. ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാവി പൂർണ്ണമായും നിലവിലെ സർക്കാരിൻ്റെ പ്രവർത്തന മികവിനെ ആശ്രയിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മുൻകാലങ്ങളിലെ മോശം ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലുകൾ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഒരു തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസിന് കൂടുതൽ സമയമെടുക്കും. 2029 ആകുമ്പോഴേക്കും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറിയിട്ട് 15 വർഷത്തോളമാകും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇനിയും വേണ്ടിവരുമെന്നാണ് താൻ കരുതുന്നത് എന്നാണ് ഗുപ്തയുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ ഇനിയൊരു 10 വർഷവും കൂടി BJP സർക്കാർ ഉറപ്പായും ഇന്ത്യ ഭരിക്കും. അതിനുശേഷം മാത്രമാണ് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുക എന്നാണ് മൈ ആക്സിസ് ഇന്ത്യ മേധാവി പ്രദീപ് ഗുപ്ത കണക്ക് കൂട്ടുന്നത്. അതിനുശേഷം മാത്രമേ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അത് വീണ്ടും നീണ്ടുപോകാതിരിക്കണമെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസിൽ വലിയ മാറ്റമുണ്ടാകണം. കോൺഗ്രസിൻ്റെ മുൻകാല ചെയ്തികൾ ജനങ്ങൾ മറക്കണം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയണം. പുതിയ കാലത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ത്യയിൽ ഉയർന്നു വരണം. ഇതാണ് പ്രദീപ് ഗുപ്തയുടെ അഭിപ്രായം. എന്തായാലും 10 വർഷം ഇനിയും BJP ഇന്ത്യ ഭരിക്കും. അതിനുശേഷം മാത്രമേ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ്. ദീർഘകാലം തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ഇടപെടുകയും അതിൽ കൃത്യമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രദീപ് ഗുപ്ത പറയുന്നു. അദ്ദേഹം പ്രവചന ഏജൻസിയായ ആക്സിസ് മൈ ഇന്ത്യയുടെ മേധാവ് കൂടിയാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിൽ കാര്യവുമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.